ഓം നമോ ഭഗവതേ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 വ്യാഴമാറ്റം, കൊല്ലവർഷം 1201 ഇടവമാസം 18 രാത്രി 1:48 ആണ് വ്യാഴഗ്രഹം കർക്കിടകം രാശിയിലേക്ക് മാറുന്നത്. 2026 ജൂൺ മാസം 2 ഒരു വർഷത്തേനാണ് അവിടെ കർക്കിടകം രാശിയിൽ ആ വ്യാഴം നിൽക്കുന്നത്. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ അത് വ്യാഴത്തിൻ്റെ ഏറ്റവും പൂർണ്ണ ബലമുള്ള രാശിയാണ്, ഉച്ചരാശി എന്ന് പറയും. മിക്കവാറും എല്ലാ നക്ഷത്രക്കാർക്കും ഒരു പരിധി വരെ ഭാഗ്യം തരുന്ന അവസ്ഥയിലാണ്, അത് ഏതെങ്കിലും ഒരു തരത്തിൽ ഭാഗ്യാവസ്ഥകൾ തരുന്ന അവസ്ഥയിലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി. അങ്ങനെയുള്ള ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി വൃശ്ചികം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ പല ഭാഗ്യാവസ്ഥകളും നേട്ടങ്ങളും സുഖവും സന്തോഷവും സുഗമമായ ജീവിതവും ഒക്കെ വന്നു ചേരുവാൻ അങ്ങേയറ്റം അനുഗ്രഹിക്കുന്ന രാശിയാണ് കർക്കിടകം രാശി. അതായത് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും വലിയ ഭാഗ്യഭാവമായ 9-ാം ഭാവത്തിലേക്കാണ് ആ വ്യാഴം വന്നിരിക്കുന്നത്. ഭാഗ്യഭാവത്തിൽ 5-ാം ഭാവാധിപത്യം കൊണ്ട് ഭാഗ്യഭാവാധിപൻ ത്രികോണാധിപനാണല്ലോ. അങ്ങനെയുള്ള ആ ഭാവത്തിൻ്റെ ആധിപത്യവും കൂടി ഭാഗ്യഭാവാധിപത്യം വഹിച്ച ആ വ്യാഴം ധനസ്ഥാനത്തിൻ്റെ അധിപനാണ്. ധനസ്ഥാനത്തിൻ്റെ ആധിപത്യം കൂടി വഹിച്ച് അത് സ്ഥിതി ചെയ്യുന്നത് ഭാഗ്യസ്ഥാനമായ 9-ാമിടത്ത് കർക്കിടകൻ രാശിയിൽ നിൽക്കുമ്പോൾ നിരവധി കാര്യങ്ങൾക്ക് അഭിവൃദ്ധികൾ വന്നു ചേരും ഈ വൃശ്ചികം രാശിക്കാർ. വൃശ്ചികം രാശിയിലേക്ക് തന്നെ ആ കർക്കിടകം രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന് പൂർണ്ണമായ ദൃഷ്ടിബലം ഉള്ളതിനാൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. അതായത് അഷ്ടമം എന്ന ദുഃഖ ദുരിത നാശ താപ വ്യയ ക്ലേശ ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്തിരുന്ന ഒരു വർഷമാണ് കടന്നുപോയത്. ഈ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാര് സർവ ദുഃഖ ദുരിത നാശങ്ങളിലും പെട്ടുപോയി. ധാരാളം ആൾക്കാർ വിളിക്കാറുണ്ടായിരുന്നു, ഇന്ന് വ്യാഴം മാറും, നല്ല ഒരവസ്ഥ വരും എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊക്കെ കഷ്ടതകൾ അനുഭവിക്കാത്തവരില്ല. അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വർഷമാണ് കടന്നു വരിക. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. പല വിധത്തിലും ഈ നക്ഷത്രക്കാര് മാനാപമാനങ്ങളിലും അവിഖ്യാതികളിലും ഒക്കെ പെട്ട് പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നവർ ജൂൺ 2 വ്യാഴമാറ്റത്തിന് ശേഷം അഭിവൃദ്ധികൾ, ശ്രേയസ് വന്നു ചേരുക, പ്രസിദ്ധി വന്നു ചേരുക, നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടുക, അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായത്തിന് അവസരമുണ്ടാകുക. അങ്ങനെ നോക്കുമ്പോൾ വിജയങ്ങൾ വന്നു ചേരുമല്ലോ. അത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങളൊക്കെ വന്നു ചേരും. കൊള്ളുകേലാത്ത സുഹൃത്തുക്കളെയൊക്കെ വിട്ട് നല്ല സുഹൃത്തുക്കളെ വന്നു ചേരുവാൻ യോഗമുണ്ട്. പഠിക്കുവാനായിട്ട് നല്ല വിഷയങ്ങൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കും, നല്ല സ്കൂളുകൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കും, നല്ല അധ്യാപകരെ കിട്ടും. അങ്ങനെയൊക്കെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പഠിക്കുവാൻ പുസ്തകം എടുക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുവാനിരിക്കുമ്പോൾ പല വിധത്തിലുള്ള അലോസരതകൾ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. ഇനി പഠിക്കുവാനൊക്കെ ഉള്ള അവസരമാണ് വന്നു ചേരുന്ന. ഈ അവസരം വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ നല്ല മാർക്കോടുകൂടി പാസ്സായി നല്ല ജോലിക്കൊക്കെ യോഗമുണ്ട്. 9-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ തൊഴിൽ സ്ഥാനാധിപനായിരിക്കുന്ന, അതായത് വൃശ്ചികം രാശിയുടെ തൊഴിൽ സ്ഥാനമാണ് ചിങ്ങം രാശി. ചിങ്ങം രാശിയുടെ അധിപൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിലൂടെ ബന്ധുക്ഷേത്രത്തിലൂടെയും സ്വക്ഷേത്രത്തിലൂടെയും ഉച്ചക്ഷേത്രത്തിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന സമയം, അത് പ്രവർത്തികാരകനായിരിക്കുന്ന ചൊവ്വായും അങ്ങനെ പൂർണ്ണ ബലവാനായിട്ട് സഞ്ചരിക്കുന്ന സമയങ്ങളുണ്ട്. സ്വക്ഷേത്രം, അതുപോലെ തന്നെ ഉച്ചക്ഷേത്രം, നീചഭംഗ രാജയോഗം ഒക്കെ ചെയ്ത്
രാജയോഗപ്രദനായിട്ട് ചൊവ്വായും ആദിത്യനും ശുക്രനും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സമയവും കൂടി വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് ജോലിക്കായിട്ട് അന്വേഷിച്ച് നടക്കുന്ന യുവതി യുവാക്കളായാലും മധ്യവയസ്കരായാലും ഒക്കെ ജോലി ലഭിക്കുവാൻ യോഗമുണ്ട്. അത് വിദേശത്ത് പോയി ജോലി നേടുവാൻ ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഭാഗ്യമുള്ള ദൈവാധീനമുള്ള സമയമാണ്. അതായത് ജലരാശി അധിപനായാണ് ആ വ്യാഴം. ആ സർവേശ്വരകാരകനായ ജലരാശി അധിപനായിരിക്കുന്ന വ്യാഴം മറ്റൊരു ജലരാശിയായ കർക്കിടകം രാശിയിൽ നിൽക്കുമ്പോൾ ആ രാശിയുടെ, അതായത് വൃശ്ചികൻ രാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വ അതും ജലരാശിയാണ്. ആ ജലരാശി അധിപൻ ജലത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും ജലം കടന്ന് വിമാനമാർഗമോ ജലത്തിലൂടെയോ ഒക്കെ ഉള്ള ജോലി കിട്ടുന്നതിന്, അതായത് ജലത്തിലൂടെയാകുമ്പോൾ കപ്പലിൽ ജോലി കിട്ടുക, തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ബോട്ടെ ജോലി കിട്ടുക, അങ്ങനെ നിരവധി ജോലികൾ ആ വഴിക്കും. ജലത്തിന് മുകളിലൂടെ വായുമാർഗം സഞ്ചരിക്കുവാൻ ബുധന്റെ അനുഗ്രഹത്താൽ ഒക്കെ സാധിക്കും. വായു രാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്ന സന്ദർഭങ്ങൾ വരാൻ പോകും. അപ്പോൾ വളരെ അധികം നേട്ടങ്ങൾ സാഹിത്യകാരന്മാർക്ക്, എഴുത്തുകാർക്ക്, നർമ്മം, അതായത് ഹാസ്യ കല കൈകാര്യം ചെയ്യുന്നവർ, അവർക്കൊക്കെ അനുകൂലമാണ്. സാഹിത്യകാരന്മാർക്ക് അംഗീകാരങ്ങൾ വന്നു ചേരും. മറ്റ് കലാകാരന്മാർക്ക് അനുകൂലമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും അനുകൂലം. പുതിയ വാഹനം വന്നു ചേരുവാനും പുതിയ ഗൃഹം വന്നു ചേരുവാനോ ഗൃഹം പുതുക്കിപ്പണിയുവാനോ ഒക്കെ യോഗം ഉണ്ട്. വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. മറ്റൊരാൾക്ക് ജാമ്യം നിൽക്കുകയോ കടം വാങ്ങിച്ച് കടം കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. അതൊക്കെ വലിയ ബാധ്യതയും തട്ടിപ്പിലും ഒക്കെ ചെന്ന് പെടാതെ വളരെ ശ്രദ്ധിക്കണം. ദൈവാധീനമുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി എന്തുമായി കളയാം എന്നുള്ള അല്പമായ കൂടിയ ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ വലിയ നഷ്ടത്തിലേക്ക് വരുവാൻ സൂചനയുള്ളതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെയ്യുമ്പോൾ ജാഗ്രത വേണം. സ്വന്തമായ ബിസിനസ്സുകൾ ചെയ്തോളൂ. കടം വാങ്ങിച്ചായാലും ചെയ്യാം. അങ്ങനത്തെ നല്ല സമയമാണ്. അത് കൂട്ടുകൂടി ആയിക്കഴിഞ്ഞാൽ രണ്ടുപേരും എടുത്തു എന്ന് പറയുവാൻ അല്ലെ കിട്ടി എന്ന് പറയുവാൻ പറ്റുകയുമില്ല. സ്ഥാപനം നഷ്ടത്തിലുമായാൽ മറ്റൊരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയിട്ട് കാര്യമില്ലല്ലോ. ഓരോരുത്തരും വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് വിജയമോ പരാജയമോ വന്നാൽ അവരവർ തന്നെ ഏറ്റെടുത്താൽ മതി. പരാജയം കണ്ടുപിടിക്കുവാനും അത് വിജയത്തിലേക്ക് പെട്ടെന്ന് വഴിതിരിച്ച് വഴിമാറ്റി ഒക്കെ ചെയ്യുവാൻ സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക്, ഈ വൃശ്ചികം രാശിക്കാർക്ക് ഒരു വർഷത്തേന് ഭാഗ്യമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. വിവാഹം ആലോചിക്കുന്നവർക്ക് യുവതികളായാലും യുവാക്കളായാലും സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ ഒരു വർഷം വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ യോഗമുണ്ട്. ദാമ്പത്യ ഭാവത്തിൽ അധിക പാവത്വമില്ല, അതൊക്കെ മാറിപ്പോയി. ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനും ഉല്ലാസയാത്ര പോകുവാനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട്. അധ്യാപകർക്കും മറ്റ് മെഡിക്കൽ വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവരായാലും ഗവൺമെൻറ് ജോലിക്കാർക്കും IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. വിവാഹ തടസ്സമായാലും പൊരുത്തം നോക്കുന്ന കാര്യമായാലും മുഹൂർത്തം നിങ്ങൾ എടുക്കുന്ന കാര്യത്തിലും ഒക്കെ അവസരമുണ്ട്. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുക, അവരവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുക.